ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ഷാജിമോൻ ബാംഗ്ലൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ശുദ്ധാത്മാവനുദീനം എന്നുള്ളിൽ വസിച്ചെന്നെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കും നേരമെപ്പോഴും പാപത്താൽ അശുദ്ധനായി തീരും സമയമാനു താപഹൃദയമോടെ ഞാനണയുമ്പോൾ യേശു സന്നിധി മമ ഭാഗ്യം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി തിമത്തിയോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു യേശുവിൻ്റെയും കൽപ്പന പ്രകാരം ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്. ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ ശീർഷകം നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു എന്നുള്ളതാണ്. അതാണ് നാം വായിച്ച വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു യേശുവിൻ്റെയും, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വിച്ച് ഈസ് അവർ ഹോപ്പ്. ഭാവിയിൽ നമുക്ക് നൽകുവാനിരിക്കുന്ന വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ. ക്രിസ്തുവിനെ നമ്മുടെ പ്രത്യാശയായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. സ്വർഗത്തിൽ നാം എത്തിച്ചേരുമെന്നുള്ള നമ്മുടെ പ്രത്യാശയുടെ ഏക അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. വിശ്വാസികൾക്കുള്ള പ്രത്യാശ ക്രിസ്തു അവരുടെ ഉള്ളിൽ വസിക്കുന്നു എന്നതാണ്. ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് സ്വർഗത്തിൽ യാതൊരു അവകാശവുമില്ല. നാം പ്രിയനായ ഒരുവനിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മെ അപരിചിതരായിട്ടല്ല, പുത്രന്മാരായി സ്വീകരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റേതുപോലെ സമ്പൂർണവും സ്ഥിരവുമായ ഒരു സ്ഥാനം നമുക്ക് നൽകിയിരിക്കുന്നു. കാരണം നാം ക്രിസ്തു യേശുവിൽ ആണ്. ഈ പ്രത്യാശയെ വിശേഷിപ്പിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമതായി, ഈ പ്രത്യാശ നാം കണ്ടതുപോലെ മഹത്വത്തിൻ്റെ പ്രത്യാശയാണ്, അതായത് തേജസ്സിൻ്റെ പ്രത്യാശയാണ്, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. റോമാലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇതിൻ്റെ അർത്ഥം നാം കേവലം ദൈവ മഹിമയുടെ പ്രതാപത്തെ നോക്കിക്കാണുന്നവരായി മാത്രമല്ല, നാം തന്നെ തേജസ്സിൽ വെളിപ്പെടുന്നവരായി തീരുന്ന ഒരു സമയത്തെ സന്തോഷത്തോടെ നോക്കി പാർക്കുന്നവരാണ്. അതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞത്: നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആ മഹത്വം ഇതുവരെ നാം പ്രാപിച്ചിട്ടില്ല. ദൈവിക കാര്യപരിപാടികളുടെ വീക്ഷണത്തിൽ നാം മഹത്വീകരിക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവമാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്: അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കർത്താവ് തൻ്റെ വിശുദ്ധന്മാർക്കായി മടങ്ങി വരും. അപ്പോൾ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നവരാകൊണ്ട് അവനോട് സദൃശന്മാരാകും. നമ്മുടെ ഈ ശരീരം രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപമായി തീരും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. രണ്ടാമതായി, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം
നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചു. ഫോർ വൺ ഹോപ്പ്. ക്രിസ്തു ശരീരമായ സഭയിലെ ഓരോ വ്യക്തികളും ഒരു ലക്ഷ്യത്തിനായി വിളിക്കപ്പെട്ടവരാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഒരു പ്രത്യാശയാണുള്ളത്. എന്താണ് ആ പ്രത്യാശ? യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ വീണ്ടും വരുമ്പോൾ നാം അവനോടുകൂടെ ചേർക്കപ്പെടുമെന്നുള്ള പ്രത്യാശ. ഇതാണ് ഏക പ്രത്യാശ. ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ, അവനോട് അനുരൂപമായി നിത്യമായി അവന്റെ മഹത്വം പങ്കിടുവാൻ ഈ ഏക പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവെങ്കിൽ വിശ്വാസികൾക്ക് ലഭിക്കുകയും അത് നിത്യതയിൽ തുടരുകയും ചെയ്യും. മൂന്നാമതായി രക്ഷയുടെ പ്രത്യാശ. 1 തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ദ ഹോപ്പ് ഓഫ് സാൽവേഷൻ. ഈ വാക്യത്തിൽ നാം അതാണ് കാണുന്നത്. രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ഈ വാക്യത്തിൽ ക്രൈസ്തവ ധർമ്മത്തിലെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെടാതെ ദൈവമക്കളെ എന്താണ് സംരക്ഷിക്കുന്നത്? അത് വിശ്വാസമാണ്, അഥവാ ദൈവാശ്രയം. ക്രിസ്തുവിനോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹം, ക്രിസ്തുവിന്റെ മടങ്ങിവരവിലുള്ള പ്രത്യാശ എന്നിവയാണെന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ് വിശ്വാസികളുടെ പ്രത്യാശ. രോഗങ്ങളിലും കഷ്ടതകളിലും പീഡനങ്ങളിലും ഉപദ്രവങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിബന്ധങ്ങളിലും തളരാതെ പ്രത്യാശയോടെ നാഥന്റെ വരവിനായി കാത്തിരിക്കുന്ന അനുഭവം ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. നാലാമതായി നല്ല പ്രത്യാശ, ഗുഡ് ഹോപ്പ്. 2 തെസ്സലോനിക്യ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള സത്യം തെസ്സലോനിക്കർക്കുള്ള 1-ാം ലേഖനത്തിന്റെ എല്ലാ അധ്യായങ്ങളിലും 2-ാം ലേഖനത്തിന്റെ ആദ്യത്തെ 2 അധ്യായങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നുണ്ട്. പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത് കർത്താവായ യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും നൽകി. തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ ഒരു വാചകമാണ് അത്. ദൈവം നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ തന്നതിലൂടെ ദൈവസ്നേഹത്തിന്റെ പ്രദർശനത്തെക്കുറിച്ചാണ് പറയുന്നത്. കാൽവറിയിൽ പാപത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിനാൽ നിത്യാശ്വാസവും മഹത്വപൂർണമായ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയും നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൃപയാലാണ് എന്ന് വ്യക്തമാക്കുന്നു. ഈ നല്ല പ്രത്യാശയുടെ സ്ഥിരത ഈ നാളുകളിൽ നമ്മിൽ വർദ്ധിച്ചു വരുവാൻ ഇടയായി തീരട്ടെ. അതിനായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 5-ാമതായി ഈ പ്രത്യാശയുടെ വിശേഷത നാം കാണുന്നത് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിലാണ്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും, ബ്ലസ്സഡ് ഹോപ്പ്, നമുക്കുള്ള പ്രത്യാശ അത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. നമ്മെ രക്ഷിച്ച അതേ ദൈവകൃപ വിശുദ്ധിയുടെ പാഠശാലയിൽ നമ്മെ അഭ്യസിപ്പിക്കുക കൂടി ചെയ്യുന്നു. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് നമ്മോട് പെരുത്യജിക്കുവാൻ ആവശ്യപ്പെടുന്ന പലതും അവിടെയുണ്ട്. അതിൽ ഒന്നാമത്തേത് ഭക്തികേട്, വിശ്വാസമില്ലായ്മ, ദൈവാശ്രയമോ ദൈവഭയമോ ഇല്ലാത്ത അവസ്ഥ. രണ്ടാമത്തേത് പ്രപഞ്ചമോഹങ്ങൾ. ഇതിൽ അനേകം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ലൈംഗിക പാപം, ദ്രവ്യാഗ്രഹം, അധികാരമോഹം, സന്തോഷ സാക്ഷാത്കാരം, കീർത്തി, ലൗകികമായി വരുന്ന മറ്റെല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ക്രിയാത്മകമായി നാം ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാൻ ദൈവകൃപ നമ്മെ സഹായിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഇവയൊക്കെയാണ്. ഈ ലോകം നമ്മുടെ നിത്യഭവനമല്ല. നാം ഇവിടെ പരദേശികൾ മാത്രമാണ്. ഈ ലോകത്തിൽ അന്യവും
അന്യരും പരദേശികളുമായി ജീവിക്കുമ്പോൾ നമുക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശയുണ്ട്. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള പ്രത്യാശയാണത്. ഈ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ജീവിക്കുന്നവർക്ക് ഒരു കിരീടമുണ്ട്. 2 തിമോഥെയോസ് 4:8. അത് നീതിയുടെ കിരീടമാണ്. അത് തരുന്നത് നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കർത്താവാണ്. കർത്താവിനെ പൗലോസ് വിശേഷിപ്പിക്കുന്നത് നീതിയുള്ള ന്യായാധിപതി എന്നാണ്. ഭൂമിയിലെ ന്യായാധിപന്മാരിൽ നിന്നും വ്യത്യസ്തതയുള്ളവനാണ് കർത്താവ്. നമ്മെക്കുറിച്ച് സമ്പൂർണ്ണ അറിവുള്ളവനാണ് അവൻ. മുഖപക്ഷം കാണിക്കാത്ത ന്യായാധിപതി. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ലഭിക്കുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. നമ്മുടെ കാന്തന്റെ വരവ് സമീപമായി. അവൻ എപ്പോൾ വന്നാലും അവനോടുകൂടെ ചേർക്കപ്പെടുവാനുള്ള ആകാംക്ഷയോടെ പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കട്ടെ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നു. കർത്താവ് താൻ തന്നെ പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. അവന്റെ വരവ് സമീപമായിരിക്കുന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിലുള്ള പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഓരോ ദിവസവും ജീവിക്കുവാൻ ഈ ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ. ഈ ചിന്തകളിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ.